ഹലോ, ഞാനിന്ന് ഇവിടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു മാംഗോ സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി നല്ലൊരു മാമ്പഴം എടുക്കുക. നല്ല മധുരവും നിറവുമുള്ള മാമ്പഴമാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയാവും. സ്മൂത്തിക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എടുക്കുന്ന മാമ്പഴം നന്നായി കഴുകി തോല് ചെത്തി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കേണ്ടതാണ്. നന്നായി കഷ്ണങ്ങളാക്കിയ മാമ്പഴം നമുക്കൊരു ജാറിലിട്ട് നന്നായിട്ട് സ്മൂത്തി ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സ്മൂത്തി ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജാറിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ജാറിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് തൈരാണ്. ഞാനിവിടെ 4 ടീസ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി തൈര് ശരിക്കും യോഗേർട്ടാണ് നമ്മൾ സ്മൂത്തിക്ക് ചേർക്കുന്നത്. യോഗേർട്ട് ഇല്ലാത്തവർക്ക് തൈര് ചേർക്കാവുന്നതാണ്. തൈര് ചേർക്കുമ്പോൾ പുളി കുറവുള്ള തൈര് ചേർക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ ഈ കാണുന്ന പോലെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പഞ്ചസാര 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് നല്ല തണുത്ത വെള്ളവും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തേനോ മേപ്പിൾ സിറപ്പോ ചേർക്കാവുന്നതാണ്. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് ഇതിൽ പഞ്ചസാര സാധാരണ ചേർക്കാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച് ഈ കാണുന്ന പോലെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്മൂത്തി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് 1-2 സാധനങ്ങളൂടെ ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്ത ആൽമണ്ട്സ് ആണ്. ബദാം നമ്മൾ ഈ കാണുന്നത് പോലെ മുറിച്ചെടുത്തിട്ട് ഒരു 3 ബദാം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ കാണുന്ന പോലെ നമുക്ക് മുകളിലിട്ട് കൊടുക്കാം. ഇത് കഴിക്കുമ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയാണ്. ഇനി മുകളിൽ കുറച്ച് ചിയാ സീഡ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. എത്ര ഇട്ടാലും നല്ലത് തന്നെയാണ്. ഒരു മിൻറ്റ് ലീഫ് കൂടി വെച്ചാൽ നമ്മുടെ സ്മൂത്തി തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്കാണ്.